ബിഗ് ബോസ് മലയാളം സീസൺ 6 വാർത്തകളിൽ നിറഞ്ഞു നിൽക്കുന്ന താരമാണ് ജാസ്മിൻ. താരത്തിന്റെ പ്രണയവുമായി ബന്ധപ്പെട്ട് അകത്തും പുറത്തും ധാരാളം ചർച്ചകൾ നടക്കുന്നുണ്ട്. ഇപ്പോഴത്തെ ജാസ്മിൻ വിവാഹം കഴിക്കാൻ പോകുന്ന യുവാവായ അഫ്സൽ വിവാദങ്ങളോടൊക്കെ പ്രതികരിക്കുകയാണ്. നേരത്തെ താൻ കമ്മിറ്റഡ് ആണെന്ന് ജാസ്മിൻ പറഞ്ഞിരുന്നു. പിന്നീട് ഇത് തിരുത്തിയ ജാസ്മിൻ പറഞ്ഞത് അഫ്സൽ എന്നൊരു പയ്യൻ പെണ്ണാലോചിച്ച് വന്നിരുന്നു എന്നായിരുന്നു. എന്നാൽ ഇത് തെറ്റാണെന്നാണ് അഫ്സൽ പറയുന്നത്. വി ഹിയർ എന്ന യൂട്യൂബ് ചാനലിലൂടെയായിരുന്നു അഫ്സലിന്റെ പ്രതികരണം. പലരുടെയും ചോദ്യങ്ങൾക്കുള്ള മറുപടിയാണ് തന്റെ പ്രതികരണം എന്നാണ് അഫ്സൽ പറയുന്നത്. തന്റെയും ജാസ്മിന്റെയും കാര്യം തങ്ങളുടെ കുടുംബങ്ങൾക്ക് മാത്രം അറിയുന്ന കാര്യമാണെന്നാണ് അഫ്സൽ പറയുന്നത്. സംഭവം പുറത്തായത് ജാസ്മിന്റെ വായിൽ നിന്ന് തന്നെയാണെന്നും അഫ്സൽ ചൂണ്ടിക്കാണിക്കുന്നു. ജാസ്മിൻ ഗബ്രിയോട് പലപ്പോഴും തന്റെ പേര് പറയുകയും തങ്ങൾ കമ്മിറ്റഡ് ആണെന്നും പറഞ്ഞിട്ടുണ്ട്. ഷോയിലേക്ക് പോകുന്നതിന് മുൻപ് തന്നോട് പറഞ്ഞത് പേഴ്സണൽ കാര്യം പറയില്ല എന്നായിരുന്നുവെന്നും അഫ്സൽ പറയുന്നു. ജാസ്മിൻ റസ്മിനോടും ശ്രീധുവിനോടും അഫ്സൽ എന്ന പയ്യൻ ജസ്റ്റ് പെണ്ണു കാണാൻ വന്ന ഒരാൾ മാത്രമാണെന്നാണ് പറഞ്ഞത്. പക്ഷേ അതല്ല സത്യമെന്നാണ് അഫ്സൽ പറയുന്നത്. +2 ഡിഗ്രി കഴിഞ്ഞവർക്ക് വേൾഡ്സ് ഫസ്റ്റ് AR/VR ക്ലാസ് റൂമിലൂടെ സ്മാർട്ട് ഫോൺ എഞ്ചിനീയർ ആവാം. കൂടുതൽ അറിയാൻ വിളിക്കൂ ബ്രിഡ്കോ ആൻഡ് ബ്രിഡ്കോ. ഞാനും അവളും അത്രത്തോളം സ്നേഹത്തിലുണ്ടായ ആളാണ്. എന്നോട് വളരെ അധികം സ്നേഹം കാണിക്കുന്ന ആളാണ് അവൾ എന്നും അഫ്സൽ പറയുന്നു. അങ്ങനെയുള്ള അവൾ അങ്ങനൊരു പ്രസ്താവന നടത്തിയപ്പോൾ തന്റെ കുടുംബവും സുഹൃത്തുക്കളും തന്നെ ചോദ്യം ചെയ്തു തുടങ്ങിയെന്നാണ് അഫ്സൽ പറയുന്നത്. പലരിൽ നിന്നുമുള്ള ചോദ്യങ്ങൾ താൻ നേരിട്ടുകൊണ്ടിരിക്കുകയാണെന്നും അഫ്സൽ പറയുന്നു. ജാസ്മിൻ പലപ്പോഴായി പ്രസ്താവനകൾ മാറ്റുന്നുണ്ട്. ജാസ്മിൻ ബിഗ് ബോസിൽ പങ്കെടുക്കുന്നത് മൂലം താനും അവളുടെ കുടുംബവുമാണ് ഏറ്റവും കൂടുതൽ അനുഭവിക്കുന്നതെന്നും അഫ്സൽ പറയുന്നു. രണ്ടു പേർക്കും വ്യക്തിജീവിതങ്ങളുള്ളതാണ്. ഇതൊക്കെ എവിടെ ചെന്ന് അവസാനിക്കുമെന്ന് അറിയില്ലെന്നാണ് അഫ്സൽ പറയുന്നത്. താനും ജാസ്മിനും പ്രണയിച്ച് വിവാഹം കഴിക്കാൻ പോകുന്നവരാണ്. ബിഗ് ബോസിലേക്ക് പോകും മുൻപ് ജാസ്മിനാണ് താൻ വീട്ടിൽ ചെന്ന് വിവാഹാലോചന നടത്താൻ പറഞ്ഞത്. അവൾ വാശി പിടിച്ചത് കൊണ്ടാണ് വിവാഹം ഉറപ്പിച്ചതെന്നും അഫ്സൽ പറയുന്നുണ്ട്. അതേസമയം ജാസ്മിന്റെ ഗെയിം ചിലതൊന്നും തനിക്ക് അംഗീകരിക്കാൻ സാധിക്കില്ലെന്നും അഫ്സൽ പറയുന്നു. അവളുടെ ഭാഗത്തു നിന്നും വന്ന കുറേ തെറ്റുകൾ ഉണ്ട്. അതൊന്നും ആർക്കും അംഗീകരിക്കാൻ പറ്റില്ലെന്നും അവൾ എന്താണ് ചിന്തിക്കുന്നതെന്നൊന്നും ആർക്കും ഒരു പിടിയും കിട്ടണില്ലെന്നും അഫ്സൽ പറയുന്നു. അതേസമയം ബിഗ് ബോസിലേക്ക് പോകും മുൻപ് ഒന്നിനോടും പ്രതികരിക്കാൻ പോകരുതെന്ന് തന്നോട് ജാസ്മിൻ പറഞ്ഞിരുന്നുവെന്നും അഫ്സൽ പറയുന്നു. എന്നാൽ എല്ലാവരും തന്നോടാണ് ചോദ്യങ്ങൾ ചോദിക്കുന്നതെന്നും അഫ്സൽ പറയുന്നു. വിവാഹത്തിന്റെ കാര്യം ജാസ്മിൻ തിരികെ വന്നിട്ടേ പറയാൻ സാധിക്കുകയുള്ളൂ. തനിക്കും കുറെ ചോദ്യങ്ങളുണ്ട്. എന്താണ് സംഭവിച്ചതെന്ന് തനിക്കും അറിയണം. അത് ചോദിച്ച് അറിഞ്ഞ ശേഷം മാത്രമായിരിക്കും തീരുമാനം. അത് പബ്ലിക്കായി തന്നെ അറിയിക്കുമെന്നും അഫ്സൽ പറയുന്നുണ്ട്. ജാസ്മിൻ ഗെയിമിൽ കാണുമ്പോൾ ശരിക്കുമുള്ള ജാസ്മിൻ അതല്ലെന്നാണ് അഫ്സൽ പറയുന്നത്. എന്നാൽ തിരികെ തനിക്കരികിലേക്കേ വരൂവെന്ന് ജാസ്മിൻ വാക്ക് തന്നിരുന്നു. അതിനാൽ അവൾ വരുന്നതുവരെ താൻ നിൽക്കുമെന്നും അഫ്സൽ പറയുന്നു. 3 ലക്ഷത്തോളം സന്തുഷ്ടരായ ഉപഭോക്താക്കളും 2 ലക്ഷത്തോളം തിമിര ശസ്ത്രക്രിയകളും പൂർത്തിയാക്കിയ മലബാറിലെ ഏക കണ്ണാശുപത്രി അൽ സലാമ ഹൈ ഹോസ്പിറ്റൽ റോഡ് പെരിന്തൽമണ്ണ.